എനിക്കൊരു ഐസ്ക്രീം. ഹായ് മിലി, അതിരാവിലെ നിന്നെ ഈ ഗാർഡനിൽ കണ്ടതും നല്ല സർപ്രൈസിംഗ് ആയിട്ടുണ്ട്. Oh, is that you, doggy? Come here, doggy. അടുത്ത് വരൂ. ഇങ്ങോട്ട് വരൂ. കോപാലിനെ പോലെ ഇവനും വിരല് കണ്ടതോടനെ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ടല്ലോടാ. എല്ലാ ഡോഗിന്റെ പേരും ടോമി എന്നല്ല, ഇവന്റെ പേര് ബോം. എന്ത്? ബോം? വൗ! എത്ര മനോഹരമായ പേര്. പക്ഷേ ഇത് പൊട്ടിത്തെറിക്കില്ലല്ലേ? ഭയങ്കര കോമഡി അല്ലേ? പൊട്ടിത്തെറിക്കില്ല, പക്ഷെ തീർച്ചയായിട്ടും നിന്നെ കടിക്കും. എന്താ പറഞ്ഞത്? Why me? എന്നെ വിട്ടേക്ക്. ആരെങ്കിലും അതിനൊന്ന് വലിച്ചു കൊണ്ട് പോവാ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല അവൻ കടിക്കുന്നു. സോക്സിന് ബാഡ് സ്മെൽ വന്നു കഴിഞ്ഞാൽ അത് ആര് തന്നെ ആയാലും അവൻ കടിക്കും. അത് പിന്നെ മെലി, എന്റെ സോക്സ് ക്ലീൻ ആണ്. ഞാന് 65 ദിവസത്തിന് മുമ്പാണ് അലക്കിയത്. അതുപോലെ ഞാൻ കമ്പൽ ചെയ്തിട്ട് അവൻ വാഷ് ചെയ്തത്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ മെലി, നിന്റെ ഡോഗി ഉണ്ടല്ലോ അത് ശരിക്കും മാച്ചോ. ഇവനെ കാണുമ്പോ എനിക്ക് എന്റെ കൊച്ചു പ്രായമാണ് ഓർമ്മയിൽ വരുന്നത്. ഞാൻ ഇവന്റെ ക്യൂട്ട് ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ. ആഹാ, കലക്കി. എന്തൊരു പോസ് അവൻ കൊടുക്കുന്നത്. ഏതാണ്ട് ടൈഗറിനെ പോലുണ്ട്. ടൈഗർ. ഹായ് മിലി. ചേട്ടാ, ഇവൻ എവിടെ നിന്നാണ് വന്നത്? ഒരു കുരങ്ങിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അത് കലക്കി. അല്ല, നിന്റെ ഡോഗ് ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, എന്താ നിനക്ക് ചോക്ലേറ്റ് വേണോ? അല്ല, എന്താ ഈ ബിസ്ക്കറ്റ് വേണോ? ഇത് നിനക്ക് വേണോ? എന്തൊരു എനർജറ്റിക് ഡോഗാണ് മിലി. അല്ല, എന്താ അവന്റെ പേര്? ബോബാണ് അവന്റെ പേര്. നിന്നെ പോലെ പേടിത്തൊണ്ടന്മാരൊന്നും അവന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഞാൻ ആ ഡോഗിയുടെ പേര് മിലിയോടാണ് ചോദിച്ചത്, നിന്നോടല്ല. ആരെയാടാ പേടിത്തൊണ്ടെന്ന് വിളിച്ചേ? ആരെടാ പേടിത്തൊണ്ടൻ? നീയാണ് പേടിത്തൊണ്ടൻ. അവള് പേടിത്തൊണ്ടന്മാരോടൊന്നും ആരോടും സംസാരിക്കയില്ല. കണ്ടോടാ, ലോകമഹാ പേടിത്തൊണ്ടൻ എന്നെ പേടിത്തൊണ്ടൻ എന്ന് വിളിക്കുന്നു. നീയെ പേടിത്തൊണ്ടൻ? വീരന്മാരുടെ സാമ്രാജ്യമാണ് എന്റെ ഈ പാരമ്പര്യം. ഒരു പ്രാവശ്യം നിനക്കറിയോ, എന്റെ മുത്തശ്ശനുണ്ടല്ലോ സിംഹത്തെ നേരിട്ടു. അതും വലിയ ഒരു സിംഹത്തെയാണ്. പിന്നെന്താ പറ്റിയത്? വേറെന്ത് സംഭവിക്കാനാ? അടുത്ത 2 മിനിറ്റിൽ ഇവന്റെ മുത്തശ്ശൻ സിംഹത്തിന്റെ വയറ്റിലായിരിക്കും. ഹലോ, എന്താ ഷോപ്പിങ്ങിന് പോയെന്നോ? എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു. അത് ശരി, എന്തൊക്കെയാ വാങ്ങിച്ചത്? വാവ്, ഈ സാരല്ല. നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ. വരുന്ന വഴിക്ക് നമുക്ക് മൂവിക്ക് പോവാമായിരുന്നു. ശരി, സാരല്ല. അടുത്ത പ്രാവശ്യം പോകുമ്പോ പറയണേ, ഞാൻ തീർച്ചയായിട്ടും വരാം. ഓക്കെ, ബൈ. എന്റെ ബോമിനെ കാണുന്നില്ലോ. ചേട്ടാ, ഇത് ഇത്രയും നേരം ഇവിടെയാണല്ലോ ഉണ്ടായിരുന്നേ. അതിപ്പോ എങ്ങോട്ടാ ഓടിപ്പോയത്? ബെൽറ്റ് കീറി പറിച്ചോണ്ട് ഓടിയോ? മിലി, ഇതെല്ലാം മാധവന്റെ തെറ്റാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ തെറ്റോ? ഞാൻ നിന്നെ വിശ്വസിച്ചതാണ് വലിയ തെറ്റ്. നീ ബോംബിനെ ശ്രദ്ധിക്കുമെന്നല്ലേ പറഞ്ഞത്? ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കലേ. വേഗം ചെന്ന് എന്റെ ബോംബിനെ കണ്ടുപിടിക്കോ. എന്റെ ബോംബിനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞാൻ ഡിഫ്യൂസ് ചെയ്യും. അല്ല, ഇത് എവിടേക്കാ പോയ? ബോംബ് എവിടെയാടാ നീ ഉള്ളത്? മേലുണ്ടോ നീ? അവിടെ ഒരു ഡോഗി ഉണ്ട്. സ്കൂട്ടറിന്റെ മുകളിൽ ഒരു ഡോഗി പോകുന്നുണ്ടല്ലോ. ദേ, ബാൽക്കണിയിൽ ഒരു തടിയനായ. ലോകമെമ്പാടും എത്ര ഡോഗീസാ ഉള്ളത്. ഇത്ര വലിയ ലോകത്ത് ഇത്ര ചെറിയ ഡോഗിയെ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഐഡിയ എല്ലാം കൂടെ വാ. എക്സ്ക്യൂസ് മീ സർ, എന്റെ പൂച്ചയ്ക്ക് ഷൂസ് കിട്ടുമോ? ഏത് വേണം ചേച്ചി? ഇന്നാ പിടിച്ചോ.
പൂച്ചക്കൊരു ചപ്പല് ഇതിട്ടാ നന്നായിരിക്കുന്നേ. അത് മാത്രമല്ല ദംതത്തക്കിട്ടെന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കും. അതിനെന്തോ പ്രൂഫ് ഉള്ളത്? പ്രൂഫ് വേണമെങ്കിൽ കോടതി പോയി ചോദിക്ക്. ചപ്പല് വേണമെങ്കിൽ ഇവിടെ വന്നിപ്പോ വാങ്ങിക്ക്. ഓക്കേ ഓക്കേ, എന്നാ പാക്ക് ചെയ്തേക്കൂ. ആഹാ. എന്ത് പറ്റി വസൂലി ബായ്? നിങ്ങൾ വെച്ചിരിക്കുന്നത് പെറ്റ് ഷോപ്പ് അല്ലേ? എന്തൊരു അഴകുള്ള കണ്ണാണ് നിങ്ങളുടേത്. നിങ്ങളുടെ ശരീരം ചീറ്റയെ പോലെയുണ്ട്. സിംഹത്തെ പോലെയുള്ള ഹൃദയമാണ് നിങ്ങൾക്ക്. നിങ്ങളെ ഞാൻ പ്രശംസിച്ചു കൊണ്ടേയിരിക്കും വസൂലി ബായ്. എന്താ മാധവേ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അത് പറഞ്ഞാലേ. അത് പിന്നെ ചെറുത് ക്യൂട്ട് ചിങ്കിലി നല്ല ഒരു ഡോഗി കുട്ടിയെ വേണം. ഓ, ഡോഗി മാത്രം മതിയോ? ഞാൻ നിനക്ക് വേണ്ടി ഒരു ആനയെ തന്നെ തരില്ലേ ഈ വസൂലി? വെള്ള നിറ ആനയൊന്നും വേണ്ട. ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഫോട്ടോയിൽ കാണുന്ന കാർബൺ കോപ്പി ഇട്ട് തന്നെ വേണം. ഓ, ഈ ഡോഗ് തന്നെ വേണമല്ലേ? എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് അരമണിക്കൂറിനുള്ളിൽ കൊണ്ടുവന്ന് തരാം. എന്നോടൊന്ന് ക്ഷമിക്കേ. ഇനി ഒരിക്കലും ഒരു പട്ടിയുടെ വായിൽ നിന്നും ഞാൻ ബിസ്ക്കറ്റ് തട്ടിപ്പറക്കില്ല. എന്നെ വിട്, എനിക്ക് വേദന. എടാ ഗോപു, അവിടെ നോക്ക്, ബോംബ്. അത് അങ്ങോട്ട്. കുട്ടി മാറടാ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണമേ. ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഭാഗ്യം, ബോംബ് പൊട്ടാതെ ഞാൻ രക്ഷപ്പെട്ടു. നിനക്ക് ഭാഗ്യം പൊട്ടില്ലക്കി നീ ഒരു നിമിഷം പോലെ ഇവിടെ നിന്ന് നിനക്ക് ആപത്താൻ ഓടിക്കോടാ. ഷടാ, അത് ഡോഗിയാണോ ജീനിയാണോ? ഇപ്പൊ അത് എങ്ങോട്ടാ പോയത്? ഞാനിതാ വന്നു എന്റെ കടയിലേക്ക്. എടാ ലക്ഷ്മണ, വസൂലിബായി പട്ടിയുടെ കൂടെ പോകുന്നത് കണ്ടോ? അവൻ എന്ത് ഗോലുമാല ഒപ്പിക്കുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, ഇത് സെയിം ടു സെയിം അല്ലേ? ഭായ്, അത് ബ്രൗൺ ഡോഗ് ആണ്. പക്ഷെ നിങ്ങൾ കൊടുത്തത് ബ്ലാക്ക് ഡോഗ് ആണ്. ഓ, അതൊന്നും സാരമില്ലെന്നേ. ഡോഗീസ് എന്തായാലും കളർ ബ്ലൈൻഡ് അല്ലേ? പിന്നെ അവർക്ക് എങ്ങനെ അറിയാനാണ്? പറഞ്ഞേ. വസൂലി ബോയ് അല്ല, വസൂലി ബോയ് അങ്ങനെയല്ല. എന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. ഇത് ഞങ്ങളുടെ റെപ്യൂട്ടേഷന്റെ കാര്യമാണ്. അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. ആ ശരി, നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഹിഹാ. നിന്നെ ഞാനിപ്പോ ബ്രൗൺ ആക്കി കാണിക്കാം. ഹലോ മിലി, നിന്റെ ബാബു പൊട്ടി തെറിച്ചിട്ടില്ല. ഇവിടെ സേഫ് ആയിട്ടുണ്ട്. ഞാൻ അവനെ കൊണ്ട് ഇപ്പൊ തന്നെ വന്നേക്കാം. നീ ടെൻഷൻ ആവണ്ട. അത് ശരി, അപ്പൊ ഡമ്മി ബോംബ് ഉണ്ടാക്കാനുള്ള പണിയാ ചെയ്തോണ്ടിരിക്കുന്നല്ലേ? ഇതേ കണ്ടോ മിലി, ഇതാണ് ബോംബ്. ചെല്ല്, നിന്റെ പ്രിയപ്പെട്ട മിലിന്റെ അടുത്തേക്ക് ചെല്ല്. അത് പിന്നെ മിലി, എനിക്ക് തോന്നുന്നത് ബോംബ് അല്പം അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന് ചെയ്യ്. നീ അവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് കൊടുത്തേക്ക്. അവൻ അല്പം നേരം കിടന്നുറങ്ങട്ടെ. പിന്നെ നോക്കിക്കോ, എന്നിട്ട് ബോംബ് ഇട്ടല്ലോ, അവൻ പിന്നെ പഴയതുപോലെ തന്നെ ആയി മാറും. ഇപ്പൊ കണ്ടോ നീ ഡോഗിന്റെ കളർ മാറുന്നത്? ബോംബ് മേക്കപ്പ് ഇടാറുണ്ടായിരുന്നോ? സൂപ്പർ ഗുഡ് ഡോഗ്. അത് സ്വയം മേക്കപ്പ് ചെയ്യാറില്ല. നീയാണ് അതിന് മേക്കപ്പ് ഇട്ട് മിലിയെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ഇത് എന്റെ ഡോഗിയല്ല. എനിക്ക് എന്റെ ഡോഗി വേണം. ഡോഗി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിപ്പോ ഡോഗി കിട്ടിയില്ലെങ്കിൽ പിന്നെ മിലി നമ്മളെ ചട്ടിണിയാക്കും. നീ പറഞ്ഞത് ശരിയാണ് ലക്ഷ്മൺ. പക്ഷെ എന്താണ് ചെയ്യാ? എനിക്കാണെങ്കിൽ ടെൻഷൻ ആയിട്ട് പോയാ. ഓ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ബോംബ് ഇവിടെ ഉണ്ടല്ലോ. അവന്റെ കഴുത്തിലിടാൻ നമുക്കൊരു ബെൽറ്റ് വേണമല്ലോ. ഹലോ മിലി, ഇപ്രാവശ്യം നിനക്ക് നിന്റെ ഒറിജിനൽ ബോംബിനെ കിട്ടിക്കഴിഞ്ഞു. പാർക്കിന്റെ ബാക്ക് സൈഡിലോട്ട് വേഗം വാ, പെട്ടെന്ന് വാ. ബോംബ് എവിടെയാണ് പോയത്? എന്റെ ടീഷർട്ടും പോയല്ലോടാ. ഹലോ മിലി, എത്രയും പെട്ടെന്ന് മെയിൻ ഗേറ്റിന്റെ അടുത്തേക്ക് വന്നേക്ക്. ഞാൻ ബോംബിനെ തെരഞ്ഞു കണ്ടുപിടിച്ചു. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ബോംബ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഞാൻ എടുത്ത് ബ്ലാസ്റ്റ് ചെയ്യും. നോക്കിക്കോ. എടാ ലക്ഷ്മൺ, മിലി ഇങ്ങോട്ട് വരാൻ എന്താ ഇത്രയ്ക്ക് ലേറ്റ് ആവുന്നേ? ഇനിയാണ് തമാശ. മിലി എന്താ വരാത്തേ?
അല്ല മിലി നീ വന്നോ? ആ ഇന്നാ പിടിച്ചോ നിന്റെ ഒറിജിനൽ ബോം. ഇത് ബോമാണോ? അത് പിന്നെ മിലി ഇത്രയും നേരം ബോം ഇതിൽ ഉണ്ടായിരുന്നതാ. ഇത് എന്ത് തമാശയാ? എവിടെ എന്റെ ബോം? ബോക്സിന്റെ അകത്ത് ബോം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എവിടെയാ? നീ പറഞ്ഞത് ശരിയാണ് മിലി. എന്നെ പിടിച്ചോ. ബോംബ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ബോംബ് ഇവിടെ പോയി. ഞാൻ നിങ്ങൾ എല്ലാവർക്കും അവസാനമായിട്ട് ഒരു വാർണിംഗ് തരാണ്. അവനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും, മനസ്സിലായോ? ലക്കി എന്റെ ബോമിനെ കണ്ടുപിടിച്ചു. Oh, Bob, I missed you so much. Oh, thank you, Lucky. ചേടാ ഈ ലക്കി അവസാനം ഇവൻ എങ്ങനെ ലെക്ക് അടിച്ചത്? കാരണം അവൻ ലക്കിയാണടാ ഗോപു. എന്റെ ബോംബ് കണ്ടുപിടിക്കാൻ ഒരാൾക്കും പറ്റിയില്ല. അല്ല, മിലി, ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് കേക്ക്. ടേക്ക് കെയർ. എല്ലാത്തിനും കാരണം നീ തന്നെയാടാ മാധവ. നീ മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ? നിന്റെ തലകകത്ത് ഒരു മണ്ണൂലടാ മണ്ട. നീ ഒന്നും മിണ്ടാതിരിക്കടാ. എന്നെ കളിയാക്കാൻ വന്നിരിക്കുന്ന ഒരുത്തൻ മെന്റൽ. അപ്പൊ നീയോ?